മഞ്ഞുമലിലെ പുത്തൻ വീട് ഗൃഹനാഥനെ കാത്തിരിക്കുന്നു. പക്ഷേ പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുന്നത് നിശ്ചലനായാണ്. ജനുവരി 27-നായിരുന്നു ഗൃഹപ്രവേശം. ഫെബ്രുവരി 4 മുതൽ ഇവിടെ താമസമാക്കി. കൂട്ടിന് അമ്മയും. പക്ഷേ 2 മാസം പൂർത്തിയാക്കും മുൻപ് വിനോദ് വിട പറഞ്ഞു. മഞ്ഞുമലിൽ താമസമാക്കിയിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂവെങ്കിലും അയൽവാസികൾക്ക് വിനോദ് ഏറെ പ്രിയങ്കരനായിരുന്നു. ഇവിടെ ക്ഷേത്ര ഉത്സവത്തിന് പോകാമെന്നും പറഞ്ഞ് ഇന്നലെ യാത്ര പറഞ്ഞു പോയ ആളുടെ വിയോഗം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനും താങ്ങാനും പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. ചിരിച്ച മുഖത്തോടെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുള്ളത്. തിരുവനന്തപുരം സ്വദേശിയായ വിനോദിന്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു. 22 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആശ്രിത നിയമനം ലഭിച്ച വിനോദ് 2 വർഷം മുൻപ് വരെ ഡീസൽ ഷെഡിലെ ജോലിക്കാരനായിരുന്നു. പിന്നീട് TTE ആയി. ടിക്കറ്റില്ലാ യാത്രക്കാരിൽ നിന്ന് പിഴയിനത്തിൽ കഴിഞ്ഞ വർഷം വിനോദ് ഈടാക്കിയത് 10 ലക്ഷം രൂപയാണ്. ഇതിന് റെയിൽവേ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. പിള്ളേർക്ക് ഫുട്ബോൾ മേടിച്ചു കൊടുക്കുക, ഈ വെക്കേഷൻ എല്ലാവരും ആസ്വദിക്കുക, അത്രയും അങ്ങനത്തെ ഒരു മനസ്സിന് വ്യക്തിയായിരുന്നു. ചലച്ചിത്ര രംഗത്തും സജീവമായിരുന്നു. നാടകം, മിമിക്രി, അഭിനയമെല്ലാം വിനോദിന് വഴങ്ങിയിരുന്നു. എല്ലാത്തിനും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മളൊരു പ്രാവശ്യം തന്നെ പരിചയപ്പെട്ടാൽ അദ്ദേഹം പിന്നെ നമ്മൾ മറക്കില്ല. അതേ രീതിയിലുള്ള സ്വഭാവക്കാരനായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് വിനോദിന്റെ മരണവിവരം അമ്മയെ അറിയിച്ചത്. രാത്രിയോടെ വീടും നാടും സഹപ്രവർത്തകരും വിനോദിന് യാത്രാമൊഴിയേകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.